ഹായ് ഹായ് ഹായ്. അയ്യോ അയ്യോ, ആ ഫ്ലൈറ്റ് ഓട്ടിക്കാതെ തുടങ്ങി. എനിക്ക് തന്നെ അറിഞ്ഞൂടാ ഞാൻ എന്താ. ഭയങ്കര ഒരു എല്ലാം ഓക്കെ അല്ലേ? എന്തോന്നടേ ഇത്? എന്ത് ലൈവ് തുടങ്ങാത്തയാണോ? അതെ, ലൈവ് തുടങ്ങി, ലൈവ് തുടങ്ങി, ലൈവ് തുടങ്ങി, ലൈവ് തുടങ്ങാത്തയാണോ? അതെ, ലൈവ് തുടങ്ങി, ലൈവ് തുടങ്ങി. എല്ലാം സെറ്റാണ്. ഫ്ലൈറ്റിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിഷയം. ഫ്ലൈറ്റ് ഇപ്പം എവിടെ? ഒരു വീട്ടിൽ കുടിയിരിക്കുകയാണ്. അതിനെ ഇനി പൊക്കിയെടുക്കണം വീണ്ടും തിരിച്ച്. ഇപ്പം എങ്ങനെയാ ഫ്ലൈറ്റിൻ്റെ സൗണ്ട് കേൾപ്പിക്കും? ഫോണും ഇല്ലല്ലോ ഫ്ലൈറ്റിൽ. ഇപ്പം എങ്ങനെയാ ഫ്ലൈറ്റിൻ്റെ സൗണ്ട് കേൾപ്പിക്കും? ആ ആ. അല്ല, കൺട്രോൾ കൺട്രോൾ ഷിഫ്റ്റ്. ആ നമുക്ക് ഒന്നേന്ന് ഫ്ലൈറ്റ് ഓട്ടിക്കാം. ഇപ്പം ഒരു വീട്ടിൽ കുടിയും കിടക്കുകയാണ്. എല്ലാം സെറ്റല്ലേ? എല്ലാം സെറ്റല്ലേ? എന്നോട് ക്ഷമിക്കണം ബാല. അവസ്ഥയുടെ തവണ ഇവിടെ ഫ്ലൈറ്റ് ഓട്ടിക്ക് അറിഞ്ഞൂടാ. ആരെങ്കിലും അറിയാമെങ്കിൽ പഠിപ്പിച്ചു തരണം എനിക്ക്. ആ, ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോവുകയാണ്. കോക്പിറ്റിൻ്റെ അകത്തിരുന്ന് പറപ്പിക്കുക, അതാണ് അതിൻ്റെ ഒരു രസം. കോക്പിറ്റ് നീ സൈഡിലിരുന്നു, ഈ സൈഡിൽ ഇല്ലാണ്ട് നീ ഇപ്പം തൽക്കാലം പൊയ്ക്കോ. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് എടുക്കാൻ പോവുകയാണ് ഗൈസ്. ത്രോട്ടിൽ എങ്ങനെ അപ്പ് ചെയ്യണ? ആ, പോട്ട് ഗൈസ്. അപ്പം ഫ്ലൈറ്റ് എടുക്കാൻ തുടങ്ങി. ആ, വളയ്ക്കാൻ പഠിച്ചു ഞാൻ ട്രെയിൻ. ഇത്രയുള്ള പരിപാടി. ഫ്ലൈറ്റ് പറന്ന് എനിക്ക് കണ്ടുകൂടാ. ഫ്ലൈറ്റ് പറന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഞാൻ മറ്റേ ഇതെവിടെ ഇതിൻ്റെ ക്യാമറ? എക്സ്റ്റേണൽ. സ്റ്റോപ്പല്ല ഇല്ല. ഈ ഫ്ലൈറ്റ് സ്റ്റോപ്പ് ആവൂല. പറക്ക്. Juliana's approach Dare Alpha Sierra X-ray Golf Sierra Alpha is type Dare TBM 91 miles east of Tango Foxtrot Juliet. Request flight following. ഇതെങ്ങനെ ഉരുള എങ്ങനെ ഇത്? Dare Alpha Sierra X-ray Golf ആരോട് പറയാം? Juliana's approach. Squawk 0212. Taxing this may be difficult to adjust camera. എൻജിൻ ഓഫ് ചെയ്യും എന്തായാലും. നമ്മൾ എത്തേണ്ട സ്ഥലം എത്തിയിരിക്കുന്നു. ഇറങ്ങാന്നുള്ളതൊക്കെ ഇറങ്ങാം. ഇനി ഒന്നും കൂടെ ഫ്ലൈറ്റ് എടുക്കുക, അതാണ് നല്ലത്. പ്ലെയിൻ ഓട്ടിക്കണം എന്ന് വെച്ചോണ്ടല്ലോ. അയ്യോ, അതിനൊക്കെ ഒരു കലയാണത്. ഇത്തവണ ഞാൻ പ്ലെയിൻ ഓട്ടിച്ചിരിക്കുക. അതിന് മുമ്പ് എനിക്കൊരു സെറ്റിങ്സ് നോക്കണം. ഇവിടെ എസെൻഷ്യലിൽ ഫ്ലൈറ്റ് കൺട്രോൾ സർഫസസ്, പ്രൈമറി കൺട്രോൾ, റോൾ ലെഫ്റ്റ് നമ്മൾ 4ലാണ് കൊടുക്കേണ്ടത്. 6 4. അയ്യോ, റൈറ്റ്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് എടുക്കാൻ പോവാണ്. റെഡി ടു ഫ്ലൈറ്റ് ആയില്ലേ? ബ്രേക്ക് നമ്മൾ എടുത്തിരിക്കുന്നു. പ്ലെയിൻ്റെ ബ്രേക്ക് നമ്മളെടുത്ത് പ്ലെയിന് പതുക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സ്പീഡ് കൂട്ടാം.
അതെന്തോന്നാണത്? പ്ലെയിൻ എന്തോ ഇത് വാട്ടർ ജെറ്റ് ആയ കാര്യം എപ്പോഴാണ് അറിയണത്? ഇനി അനങ്ങൂലേ? പ്ലെയിൻ അനങ്ങൂലേ? റൺവേയിൽ മാത്രം ഓടെ ഉള്ളൂ പ്ലെയിന്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ മെനുവിൽ ആദ്യം പോവാം, എന്നിട്ട് ഒന്നേന്ന് ഫ്ലൈറ്റ് ഓട്ടിക്കാം. ആദ്യം ഫ്ലൈറ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കണം, അതാണ് നമ്മൾ ആദ്യം വേണ്ടത്. ഇതാണ് എയർലോൺ, മറ്റേത് ഫ്ലാപ്പ്, മൂന്നാമത്തെ റഡർ. ഐ സി. ഒരു ഫ്ലൈറ്റിന് 4 സാധനങ്ങളുണ്ട് പറക്കാൻ വേണ്ടി. ഒന്നെന്ന് വെച്ചാൽ എയിലറൺ, രണ്ടാമത്തെ ഫ്ലാപ്പ് വെച്ചിട്ടാണ് നമ്മൾ ടേക്ക് ഓഫ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. എയിലറൺ വെച്ചിട്ടാണ് നമ്മളിങ്ങനെ പ്ലെയിനെ വിളക്കുകയും തിരിക്കുകയും ചെയ്യണം. റഡറും ഈ പ്ലെയിന് തിരിയണതിന് കാരണം. ജോയ്സ്റ്റിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എളുപ്പം ഉണ്ടായിരുന്നേ ഫ്ലൈറ്റ് ഓട്ടിക്ക്. ലൈവ് കാണുന്ന ആരൊക്കെയെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബും ചെയ്യണം. എനിക്ക് കമൻറ്റ് വരാതെയാണോ ഗ്ലിച്ച് വല്ലതാണോ എന്തോ ഇനി എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ കമൻറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ, കമൻറ്റ് വരാൻ. ഒരുപാട് കമൻറ്റുകളുടെ ഇടയിൽ നിങ്ങളെ കമൻറ്റ് കാണാതെ പോകണമെങ്കിൽ എന്നെ കുറ്റം പറയില്ല. ഇഷ്ടംപോലെ കമൻറ്റ് വരാണ്. Welcome to flight training. I'm your instructor, Captain Molina, but you can just call me Jess. This session, we'll get started with some basic controls. Sound good? First things first, let's get familiar with your surroundings. Don't worry, I've got the stick while you get your bearings. Out your side windows, you can see we have great visibility over Sedona today. Hold control left, control left. This is Red Rock territory. Beautiful, isn't it? Freely look around. Other control alt 1. Control alt 1. Control alt അല്ലേ? ഈ control alt അല്ലേ? See if you can spot the Sedona airport. The runway should be a pretty easy landmark to find. Focus. There you go. Visual confirmation on the airport. Now that we're oriented, it's your turn. Time to fly this bird. The first control on our training list is the yoke. I still remember my first instructor saying the yoke is like a steering wheel. Almost. Sure, you can turn, but you can also pitch. For starters, it controls the ailerons. And the ailerons, they allow the plane to roll and bank into turns. Go ahead and try rolling to the right. എങ്ങനെയാണ് റൈറ്റിൽ പോണ? Nice. Now let's see you level back out. അതെങ്ങനെ ലെവൽ ബാക്ക് ചെയ്യണം? എങ്ങനെ? You left the training airspace, you need to go back. അങ്ങനെ ഇരിക്കണം. ഇപ്പൊ എന്റെ കൂട്ടമായി എനിക്ക് പഠിപ്പിച്ചു തരാണ് നിങ്ങൾ ഇരിക്കണ.
ആംഗിൾ ഈസ് വെരി ഹൈ. എനിക്കറിയാം റോളിംഗ് ആംഗിൾ വെരി ഹൈ ആണെന്ന് അറിയാം, പക്ഷേ എന്ത് ചെയ്യാം. ലൈവ് കുറച്ച് സ്റ്റക്ക് ഉണ്ടല്ലേ. എനിക്ക് എന്താണ് പ്രശ്നമെന്ന് അറിഞ്ഞൂടാ. പക്ഷേ എന്താണോ എന്തോ പ്രശ്നം ലൈവ് സ്റ്റക്ക് ആവാൻ കാരണം. നെറ്റിൻ്റെ പ്രോബ്ലമാണോ? നെറ്റിൻ്റെ പ്രോബ്ലമാണ് കേട്ടോ. അപ്പം എന്ത് ചെയ്യാൻ പറ്റും ഇപ്പം? അത് ലൈവ് സ്റ്റക്ക് ഇല്ലല്ലേ? ഇപ്പം സ്റ്റക്ക് ഉണ്ടോ? റീഫ്രഷ് അടിച്ചാൽ ചിലപ്പോൾ സ്റ്റക്ക് മാറുമോ? സ്റ്റക്ക് മാറി. Welcome to flight training. I'm your instructor, Captain Molina, but you can just call me Jess. This session, we'll get started with some basic controls. Sound good? Yes. First things first, let's get familiar with your surroundings. Don't worry, I've got the stick while you get your bearings. Out your side windows, you can see we have great visibility over Sedona today. This is Red Rock territory. Beautiful, isn't it? ഫ്ലൈറ്റ് ഒരു ലെവലിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ. ഞാൻ പിടിച്ചെന്തോലെ നമുക്ക് ഇപ്പോൾ അത് പ്ലെയിന് വേറെ എന്തൊക്കെ രീതിയിൽ പറന്നുകൊണ്ടിരിക്കുകയാണ്. ചെയ്യാൻ അത് വിട്. ഫ്ലൈറ്റ് ഇതിനെന്തെങ്കിലും ചെയ്യാമോ? ഇതിനെന്ത് ചെയ്യാൻ പറ്റും? ഫ്ലൈറ്റ് ഒട്ടിക്കാറുണ്ടോ ഗൈസ്? കൺട്രോൾ പ്ലസ് സ്പേസ്. അതല്ല, ഇൻസ്ട്രക്ടറാണ് പ്ലെയിൻ ഓട്ടിക്കേണ്ടത്, നമ്മളല്ല. സേവ് എ കസ്റ്റം ക്യാമറ ബൈ പ്രസ്സിങ് ഗെറ്റ് പൈലറ്റ് ബാക്ക് ടു വ്യൂ കൺട്രോൾ പ്ലസ് സ്പേസ്. Alt plus 1 anytime to call your custom camera. Alt plus 1. Alt plus 1. Control Alt plus 1 ആണ്. Control Alt plus 1. ഇനി അടുത്ത Control Space. എന്നിട്ട് Alt plus 1. Alt plus 1. See if you can spot the Sedona airport. The runway should be a pretty easy landmark to find. ചാറ്റ് ഒന്ന് നിങ്ങൾ ഇടാത്തതാണ്, അത് എനിക്കൊന്നും വരാത്തതാണ്. There you go. Visual confirmation on the airport. അത് പോയി. Now that we're oriented, it's your turn. Time to fly this bird. The first control on our training list is the yoke. I still remember my first instructor saying the yoke is like a steering wheel. Almost. Sure, you can turn, but you can also pitch. For starters, it controls the ailerons. And the ailerons, they allow the plane to roll and bank into turns. Go ahead and try rolling to the right. എനിക്കൊന്ന് മറ്റേ ക്യാമറ വ്യൂ തരുമോ? ഇനിയെങ്ങനെ? Go ahead and try rolling to the right. Nice. Now let's see you level back out. മതി. ലെവൽ ബാക്കായി. അതൊക്കെ എല്ലാം എത്തുവേ. Good. Of course, the yoke also controls the elevator.
And the elevator affects the plane's pitch, right? Pull back on the stick, the plane starts to climb. Give it a shot. The most valuable things in aviation are speed and altitude. But notice, when you're pitching up, your speed is decreasing. You could add more power. Or for now, let's just pitch down. Just like that, your speed's picking up again as the nose pitches down. As you level back out, let's talk about another control, the rudders at your feet. Rudder pedals control the aircraft's side-to-side movement, also known as yaw. On the ground, those pedals are going to steer the plane left or right. Up here, they properly align us during turns. Try them out and watch the plane's nose skew to either side. Rudder number 0 entered 0. Simple enough, right? Before we go on, let's bring the plane back to straight-up flight. Make sure your dashboard is aligned 3 to 4 inches below the horizon for a cruise attitude. എന്നുവെച്ചാ ഡാഷ്ബോർഡ് അടിച്ചതാ ഇവിടെ. ഇത് എങ്ങനെയാടേ, ഇത് സ്ഥലം? പോയി. Thank you. You left the training airspace. You need to go back. Okay, the last thing we're going to cover now is the throttle. If you have the need for speed, then the throttle's for you. Full control over the power output of the engine. Let's see what happens when you cut all the power. Surprise, surprise, our altitude is decreasing. This might be a good time for a piloting PSA. Always keep an eye on your surroundings, because nobody likes a low-flying duck. All right, let's go ahead and throttle back up. എപ്പടാ? There you go. Speed is increasing, and as long as we maintain the same attitude, our altitude will keep climbing too. You're really getting the hang of your controls. Before long, you won't even need a co-pilot. Until then, if you want help with the radio or checklists or simply flying the plane, I'll be here. You can pass me the controls when you're ready to finish your session, or keep flying. It is a great day after all. Delegate aircraft control all takes. All right, I have control. Good job. ഇനി അടുത്ത നെക്സ്റ്റ് ട്രെയിനിങ് ആൾട്ടിറ്റ്യൂഡ്സ് ആൻഡ് ഇൻസ്ട്രുമെന്റ്സ്.
Today we're talking about attitudes of flight, how your plane is oriented relative to the horizon. If you look outside, you can see the cockpit is just about 4 inches below the horizon line. We're flying straight with a decent rate of speed. This is the cruise attitude. Let's see how it reads on your instruments. Focus on instrument, press control 1. Take a look at the attitude indicator. As the name implies, it shows your current attitude. The white line is the horizon, with the sky above and the ground below. That orange element in the middle, aligned with the horizon, that's your plane. Just like we saw outside, our current attitude reads pretty much straight and level. Okay, now let's see how much power the engine's generating. Check your tachometer. Tachometer. Looks like we're pushing around 2,300 revolutions per minute. Combined, attitude and engine RPMs translate to aircraft performance. Which leads us to your airspeed indicator. Hey, Sonu, hi. Now, last but not ആരും least, ഇല്ലാതെ check ഈച്ച your അടിച്ചിരിക്കുന്നു altimeter. ഞാൻ ഇവിടെ ഫ്ലൈറ്റ് To ഒട്ടിക്കാൻ figure out your ഫ്ലൈറ്റ്. altitude, you always want to read the small needle first. എടാ എനിക്ക് That's ഗ്ലിച്ച് how ആണോ many തോന്നട്ടാ. thousands of feet up you are. Then on to the big needle for the hundreds. ഫ്ലൈറ്റിനെ കുറിച്ച് ശ്രദ്ധിച്ചോണ്ടിരിക്കുകയാണ് ഇവിടെ. പുല്ല് ഫോണും. With our current attitude and power Yeah. output, we're holding a speed of 90 knots and a stable altitude of 6,000 feet. അവരിരുന്ന് എന്തൊക്കെ പറയണുണ്ട്, എനിക്കാണെങ്കിൽ ഒന്നും പിടിയും കിട്ടുന്നില്ല കേട്ടോ. But that's about to change. Take the stick when you're ready. അതെല്ലാം നടക്കും, പറഞ്ഞു തന്നോണ്ടിരിക്കുന്നത്. കൺട്രോൾ സ്പേസ് റീസെറ്റ് ക്യാമറ. Pull back slightly on the yoke to raise the nose just above the horizon line. ഫോണിന് എന്ത് പറ്റിയത്? About 2 inches. വൺ ഹാൻഡഡ് മോഡ് മാറ്റാൻ Make sure you ആർക്കെങ്കിലും don't അറിയാമെങ്കിൽ pitch up പറഞ്ഞു too much, or the angle will be too steep to create lift. And without enough lift, we'll stall. Alright, go full throttle and start climbing. അപ്പം ഞാൻ ഫുൾ ട്രോട്ടിൽ പോവാം, നീ വെയിറ്റ് ചെയ്യും. നിന്റെ ക്യാം ലാഗ് ഉണ്ടടാ, ലാഗ് ഉണ്ട്. ഞാൻ നോക്കി, പക്ഷെ എനിക്ക് എന്താണെന്ന് മനസ്സിലാവണില്ല. എനിക്കത് ലാഗിൻ്റെ പ്രശ്നം. മൈക്ക് ഓഡിയോ. Pull back slightly on the yoke to raise the nose just above the horizon line. About 2 inches. മൈക്ക് ലാഗ് ഉണ്ടോ ഇപ്പോഴും? ആ, റൈറ്റ്. ത്രോട്ടിൽ ഇൻക്രീസ് ചെയ്ത്. നോസ് എവിടെ? നോസിന്റെ ബട്ടൺ ഏതാണ്? Pull back slightly on the yoke to raise the nose just above the horizon line. About നോസ്. ഇനി നോസിന്റെ പരിപാടിയാണ്. നോസ്. നോസ് എസെൻഷ്യൽ എവിടെ? ഫ്ലൈറ്റ് കൺട്രോൾ നോസ്. നമ്പർ 7 1 2 inches. എബോ ഹൊറിസോൺ. അതിന് ഇത് ഞാനല്ല കൺട്രോൾ ചെയ്യണ, ഞാനാണല്ല കൺട്രോൾ ചെയ്യണ. ഫ്ലൈറ്റെല്ലാം കൂടെ അടുത്ത് തിരിച്ചു കൊടുക്കും കേട്ടോ. ഫ്ലൈറ്റ് അനങ്ങണില്ലല്ലോടാ. ഫ്ലൈറ്റ് അനങ്ങ. Pull back slightly on the yoke to raise the nose just above the horizon line. About 2 inches. എന്തോ പറ്റി കേട്ടോ, ശരിക്കും എന്തോ പറ്റി. പ്ലെയിന് തീർന്ന് അതാട്ടാ. ഇനി എന്ത് ചെയ്യും? ഫ്ലൈറ്റ് ഓട്ടിക്കാനും പറ്റണല്ലോ പുല്ല്. Pull back slightly on the yoke to raise the nose just above the horizon line. About 2 inches. Control plus. നോസ് എങ്ങനെയാണ്?
ഇതൊരു പാടറേ. ഫ്ലൈറ്റ് ഒക്കെ കിടന്ന് Pull back കുലുങ്ങുന്നു. slightly on the yoke to raise the nose just above the horizon line. About 2 inches. യോ ഫ്ലൈറ്റ് പൊട്ടി. റീസ്റ്റാർട്ട്. കൺട്രോൾ നോസ്. Today we're talking about attitudes of flight, how your plane is oriented relative to the horizon. If you look outside, you can see the cockpit is just about 4 inches below the horizon line. We're flying straight with a decent rate of speed. This is the cruise attitude. Let's see how it